നമസ്കാരം. എന്റെ കൂടെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ സിറിയക് ലൂക്കോസ്, ഞങ്ങൾ തമ്മിൽ ടെലിഫോണിലും യൂട്യൂബില് പച്ചക്ക് പറയണ അല്ലെ ഫേസ്ബുക്കിലെ പച്ചക്ക് പറയണ പ്രോഗ്രാം എല്ലാം കണ്ടിട്ട് നിരവധി പ്രാവശ്യം ഇദ്ദേഹം എന്നെ ചിക്കാഗോ എന്ന് വിളിച്ചിട്ടുണ്ട്. ഏകദേശം 19-20 വയസ്സുള്ളപ്പോൾ വിദേശത്തേക്ക് പോയ ഒരു ആളാണ്. ഫിജി ഐലൻഡ്, ന്യൂസിലൻഡ് അല്ലേ? ന്യൂസിലൻഡിലാണ് ആദ്യമായിട്ട് പോകുന്നത്. ഇപ്പൊ അമേരിക്കയിൽ ചിക്കാഗോയിൽ സെറ്റിലായി. 5 years. ഇപ്പൊ 48 വർഷമായിട്ട് വിദേശത്താണ്. 48 വർഷം ഈ വിദേശത്ത് ജോലി ചെയ്യുമ്പോഴും ആത്മാവ് ശരീരവും ഇവിടെ തന്നെയാണ്. എങ്ങനെയും ഈ നാടൊന്ന് രക്ഷിക്കണം. നിങ്ങൾക്കറിയാം, ഞാനൊരു പ്രവാസി തന്നെയായിരുന്നു. എന്റെ തൊഴിലല്ല പച്ചക്ക് പറയല്, നമ്മുടെ തലമുറയെങ്കിലും ഇവിടെ ജീവിക്കണം. അതുകൊണ്ടാണ്. കൂടാതെ സിറിയക്ക് റോട്ടറി ക്ലബ് ചിക്കാഗോയിലെ നൈൽ യൂണിറ്റിന്റെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പോഴും ഇവിടെ വന്നത് ചില ചാരിറ്റി പ്രവർത്തനങ്ങളുമായി സ്കൂൾ കുട്ടികൾക്കും വീട് വെക്കാനും മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനൊക്കെ ആയിട്ടാണ് സിറിയക്ക് ഇവിടെ എത്തിയത്. ഏകദേശം 60ഓളം രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ വർക്കിംഗ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റേഴ്സ് ആണ്, പബ്ലിക് സർവീസിലും പൊളിറ്റിക്കൽ സർവീസിലും മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ സിറിയക് ലൂക്കോസിന് 69 വയസ്സായി. സ്റ്റിൽ പ്രസിഡന്റ് ഓഫ് റോട്ടറി ക്ലബ് നൈൽസ് ചിക്കാഗോ. എന്താണ് ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അല്ലെങ്കിൽ കൊല്ലങ്ങളായിട്ട് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും 44 നദികളുള്ള, കാടും കായലും കടലുമുള്ള, എവിടെ കുഴിച്ചാലും നല്ല വെള്ളം കിട്ടുന്ന, സംസ്കാരവും സാക്ഷരതയുള്ള കേരളത്തിന് എന്തു പറ്റി? എങ്ങനെ നമുക്ക് നമ്മുടെ കേരളത്തെ, ഇന്ത്യയിലെ മൊത്തം വേണം, പക്ഷെ നമുക്ക് കേരളത്തെ എങ്ങനെ ഒന്ന് രക്ഷിക്കാൻ പറ്റും? നല്ലൊരു ചോദ്യമാണ് ബെന്നി ചോദിച്ചത്. എങ്ങനെ കേരളം രക്ഷിക്കാൻ പറ്റുമെന്ന്. ബെന്നി പറഞ്ഞതുപോലെ എന്റെ ശരീരം വിദേശത്താണെങ്കിലും മനസ്സ് കേരളത്തിലാണ്. എല്ലാ പ്രവാസികളും മനസ്സ് കേരളത്തിലാണ്. കേരളത്തിൽ വന്ന് സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻസ്, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ at all. So I have some ideas, some thoughts, how to change Kerala, how to make modifications to have a prosperous, fruitful Kerala, in Kerala, especially Kerala. Because Kerala എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ബ്ലസ്ഡ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇന്റലിജന്റ് പീപ്പിൾ, ഹൈലി എഡ്യൂക്കേറ്റഡ്, നദികള്, പുഴകള്. ദൈവം അനുഗ്രഹിക്കും. ഞാൻ 10 രാജ്യങ്ങളിൽ കറങ്ങിയിട്ട് കേരളത്തിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു, കേരള ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി. എന്റെ മക്കൾ കൺട്രി. എന്റെ മക്കൾ തന്നെ പല രാജ്യങ്ങളും ഹവായ് പറയും കഴിഞ്ഞ് കൗരത്ത് പോയി ഒത്തോട്ട് താമസിച്ചപ്പോൾ അവൾ പറയാണ്, ഡാഡ് ഈസ് ഇറ്റ് കേരള, ഈസ് ഇറ്റ് ഇന്ത്യ? ഇത്രയും മനോഹരമായ ഒരു രാജ്യം എങ്ങനെ ഒരു കന്യാകുമാരി മുതൽ ഇങ്ങട് ആലപ്പുഴ, കൊല്ലം, കുമരകം, വാഴച്ചാല്, പാലക്കാട്, മലമ്പുഴ, തേക്കടിക്കാട്, മൂന്നാറ്, വയനാട്, കേരളം എവിടെ മോശം പറയാനുള്ളത്? ഞങ്ങള് പൊളിറ്റീഷ്യൻസ് അമേരിക്ക വരുമ്പോൾ പറയും, നമ്മൾ എങ്ങനെയാണ് കേരളത്തിൽ സ്വിറ്റ്സർലൻഡ് മാറ്റുക, അല്ലെങ്കിൽ ദുബായെ മാറ്റുക, അല്ലെങ്കിൽ സിംഗപ്പൂർ മാറ്റുക ചോദിക്കുമ്പോൾ ഞാൻ പറയും, ചോദിക്കാൻ പറയും, നമ്മൾ ചെയ്യാം എന്ന് പറയും. പക്ഷെ 40-40 വർഷമായിട്ടും ഞാനത് കാണുന്നില്ല. അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ തട്ടിയ ചില വിഷയങ്ങൾ പറയുവാണ്. എങ്ങനെയാണ് ഹൗ ടു ട്രാൻസ്ഫോം കേരള. അതിന് ആദ്യമായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. ഞാൻ ജപ്പാനിലെ വർഷങ്ങൾ പോയപ്പോൾ അവിടെ ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞു, അമേരിക്കൻസ് ഡിസ്ട്രോയിഡ് ഓഫ് ഹിരോഷിമ ഡിസ്ട്രോയ് ചെയ്തു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനല്ല, പക്ഷെ അമേരിക്കൻസ്. ബട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, 50-year പ്ലാൻ, 50 വർഷത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ഏത് ഗവൺമെന്റ് വന്നാലും പ്ലാൻ മാറില്ല, പദ്ധതികൾ മാറില്ല, ഗവൺമെന്റ് മാറും. എന്റെ ഒരു ആഗ്രഹം, നമുക്ക് ഈ സമയത്ത്, ഈ ടൈമില് get a group of intelligent people, planners, and develop a plan for 25 years. 25 years. അതെ, 25-year പ്ലാൻ, പ്രോപ്പർ എക്കണോമിക് ഡെവലപ്മെന്റ് പ്ലാൻ ചെയ്തു കഴിഞ്ഞിട്ട് ആ പ്ലാൻ, നോ മാറ്റർ വിച്ച് ഗവൺമെന്റ് കം ടു പവർ,
UDF, LDF, BJP ആര് ഭരിച്ചാലും പ്ലാൻ മാറ്റരുത്. അതായത് ഇത് പറയാൻ ഒരു കാരണം കൂടെ ഉള്ളത്, UDF 4 ലൈൻ ട്രാക്ക് കൊണ്ടുവന്നാൽ എക്സ്പ്രസ് ഹൈവേ ഇവര് തടയും. പക്ഷെ ഇവര് വന്നപ്പോൾ അത് വേറൊരു പേരിൽ വരും. ഇപ്പൊ ഇവര് കേരളയിൽ കൊണ്ടുവരണം. +2 വേണ്ട എന്നും പറഞ്ഞ് ഇവിടെ സമരം ചെയ്തിരുന്നു. വിദേശ യൂണിവേഴ്സിറ്റി വേണ്ട, വിദേശ വിദ്യാഭ്യാസം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് LDF സമരം ചെയ്തു. അപ്പൊ UDFന്റെ പ്ലാൻ മാറി. ഏത് പദ്ധതി UDF കൊണ്ടുവന്നാലും അത് LDF വേണ്ടെന്ന് നോക്കും. LDF ഏത് പദ്ധതി കൊണ്ടുവന്നാലും UDF വേണ്ടെന്ന് നോക്കും. പക്ഷെ ജനങ്ങളാണ് ഇത് അനുഭവിക്കുന്നത്. എന്നാൽ ഇന്ന് പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറയുന്ന നേതാക്കന്മാരുടെ ഒക്കെ മക്കള് വിദേശത്ത് തൊഴിലും വിദ്യാഭ്യാസവും അവിടെ തന്നെയാണ്. ചോട്ട നേതാവ് തൊട്ട് പെടാ നേതാവ് വരും. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഈ ആശയം ഇത് കത്താൻ ഒരു കാരണവും ഇതല്ല. ഇവിടെ ഗവൺമെന്റ് വരുമ്പോൾ പോളിസി മാറും, പദ്ധതികൾ മാറും. അതിനാണ് പിന്നെ ഞാൻ പറയണത്, ലീഡർഷിപ്പ് ആണ് മാറ്റേഴ്സ്. ഏത് ലീഡർഷിപ്പ് മാറ്റേഴ്സ് ഫോർ ദ ഗവൺമെന്റ്. ഈ ഡെമോക്രസി തുടങ്ങിയ സമയത്ത് ഗ്രീസ് രാജ്യത്ത് അവിടെ പൊളിറ്റിക്കൽ ഫീൽഡ് വരുന്നവർക്ക് they have to go to school of political science and graduate 2 years course. അല്ലാണ്ട് ഇവിടെ മഹാരാജാസിൽ പോലെ അഭിമന്യുവിന്റെ കത്തിക്കൂത്തലും SFI കേസും ഇടിപൊളിയൊന്നുമല്ല അല്ലേ? അതെ അതെ അതെ. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ മാസ്റ്റേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് പറഞ്ഞു ശരിക്കും രാഷ്ട്രീയം പഠിക്കണമെങ്കിൽ അതിനൊരു സിലബസ് വെച്ച് കോളേജിൽ തന്നെ പഠിക്കണം. അല്ലാണ്ട് കൂടെ പഠിച്ചവന് സിദ്ധാർത്ഥിന് വെള്ളം കൊടുക്കാതെ 3 ദിവസം തല്ലിക്കൊന്ന പോലെ ആവരുത്. അതുകൊണ്ട് കലാലയത്തിൽ തൽക്കാലം ഈ കലാലയ രാഷ്ട്രീയം വേണ്ടെന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അതിന് വേണം, രാഷ്ട്രീയം വേണം, ജനാധിപത്യത്തിൽ രാഷ്ട്രീയം വേണം. പക്ഷെ അതിന് ചില നോംസും നിയമങ്ങളും കൊണ്ടുവന്ന് ഗുണ്ടകളല്ല, ഗുണ്ടകളും 51 വെട്ടി കൊന്നവരൊന്നുമല്ല മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആവേണ്ടത്. നല്ല രാജ്യത്ത് നല്ല ദീർഘവീക്ഷണമുള്ള, പഠിപ്പുള്ള, ഗട്സ് ഉള്ള, സത്യസന്ധതയുള്ള, രാജ്യസ്നേഹമുള്ളവരല്ലേ വരേണ്ടത്. കറക്റ്റ്. അതാണ് അവർ പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്വാമി ചിന്മയാനന്ദ പറഞ്ഞ ഒരു വലിയ സെൻസ് ഉണ്ട്. സർവീസ് ടു ഹ്യൂമാനിറ്റി ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് പ്രയർ ആൻഡ് ലവിംഗ് ദോസ് അറൗണ്ട് us ഈസ് ദ ഗ്രേറ്റസ്റ്റ് വർഷിപ്പ്. ദിസ് ഈസ് ദ ഫിലോസഫി every politician should adopt. And a social worker. Even journalists. Service to humanity. Yes. Really caring for the humanity. Yes. അങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ വന്നാലേ ഉള്ളൂ ഈ നാട് ഒന്നാവും. അപ്പൊ നിങ്ങളുടെ പ്ലാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഇടതാവട്ടെ വലതാവട്ടെ യവനാവട്ടെ 25 വർഷം നമ്മൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി അഴിമതിയില്ലാതെ ഭംഗിയായി തീർക്കണം. കറക്റ്റ്. കാരണം ഞാൻ 10 വർഷം മുമ്പ് സിംഗപ്പൂറും ദുബായും എല്ലാം കറങ്ങിയതാണ്. ഇപ്പോൾ പോകുമ്പോഴാണ് നോക്കുന്നത് വാട്ട് എ ഡെവലപ്മെന്റ്. സ്പെഷ്യലി ദുബായ് വെറും മണ്ണി. അതെ. പിന്നെ ഫിജിയിൽ 5 വർഷം ജോലി ചെയ്തുകൊണ്ട് പറയുവാണ്, ഫിജി ഈസ് എ ഗ്ലോറിഫൈഡ് കേരള എന്ന് പറയാം. സെയിം ക്ലൈമറ്റ്, എവറിത്തിങ്. അവരുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ്. ടൂറിസ്റ്റ് വെരി വെൽ. നമ്മുടെ രാജ്യത്ത് ഒരു ഡെവലപ്പ് വന്നെങ്കിൽ ടൂറിസം മാത്രം നല്ല ഇൻഫ്രാസ്ട്രക്ചർ, നല്ല റോഡ്, എഡ്യൂക്കേറ്റഡ് ടൂറിസം ഗൈഡ്സ്, ഹോസ്പിറ്റാലിറ്റി ഹോട്ടലിലൊക്കെ കൊടുത്തുകൊണ്ട് അല്ലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. സോ ഞാനൊരു പ്രപ്പോസ് ചെയ്യുന്ന തേർഡ് പ്രോഗ്രാം ഈസ് ക്ലീനപ്പ് കേരള പ്രോഗ്രാം. ക്ലീനപ്പ് കേരള പ്രോഗ്രാം. പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ട് ഇപ്പോ നിലവിൽ ഇന്ന് 23 മെയ് 2024 കേരളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയും ബസ് സ്റ്റാൻഡും കലാലയങ്ങളെല്ലാം വെള്ളക്കെട്ടിലാണ്. അപ്പോഴാ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ പറയുവാണ്, നമ്മുടെ കേരളത്തെ എങ്ങനെ നമ്മുടെ യുവാക്കളൊക്കെ ഇവിടെ നിന്ന് വിട്ടുപോകുവാണ്. ഇറ്റ്സ് എ ടെറിബിൾ തിങ്. ഹ്യൂമൻ റിസോഴ്സ് ഇസ് എ ബിഗസ്റ്റ് അസറ്റ് ഫോർ എ കൺട്രി. ഏത് രാജ്യത്തിനും നമ്മുടെ ചെറുപ്പക്കാരാണ്. അവരെല്ലാം വിട്ടു പോകുന്ന കാരണം അവർക്ക് വൈ ഡോണ്ട് വി അട്രാക്ട് ദം? അവരെ എന്തുകൊണ്ട് നമ്മൾ നല്ല ഇൻഡസ്ട്രീസ് ഇവിടെ കൊണ്ടുവന്ന് അവരെ അട്രാക്ട് ചെയ്യാൻ മേല? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങളിപ്പോ സിംഗപ്പൂരും ദുബായും മലേഷ്യ, ഹോങ്കോങ്, ജപ്പാനൊക്കെ പറഞ്ഞു. ഈ കൊച്ചു കേരളത്തിൽ നിങ്ങൾ ഇത് കാണിച്ചു തന്നില്ലേ? കൊച്ചു കേരളത്തില് കിഴക്കമ്പലം റോഡ് മോഡലായിട്ട് കാണിച്ചു തന്നില്ലേ? യെസ്, ഐ ആം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. ഓക്കേ. നൗ ഇതേപ്പറ്റി പറയുമ്പോൾ കിഴക്കമ്പലത്ത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഞാനൊരു റിയൽറ്ററും ആണ്. റിയൽ എസ്റ്റേറ്റ് അമേരിക്കയിൽ ചെയ്യുന്നുണ്ട്. എക്സ് പ്രസിഡന്റ് ട്രംപ് പുള്ളി ഹി വാസ് ഇൻവൈറ്റഡ് ഫോർ റിയൽ എസ്റ്റേറ്റ്
കോൺഫറൻസ് അറ്റ്ലാന്റ. പുള്ളി അന്ന് പ്രസിഡന്റാണ് 20 years ago. പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ് ഹൗ ടു ബിക്കം എ മില്യനെയർ ഇൻ റിയൽ എസ്റ്റേറ്റ് ഫീൽഡ്. പുള്ളി പറഞ്ഞത് യു കോപ്പി എ മില്യനെയർ, ഡു വേർ ദ ഇൻവെസ്റ്റ്, ഡു ഇൻവെസ്റ്റ് ആൻഡ് ബിക്കം മില്യനെയർ. അതുകൂടെ പുള്ളി ഒന്ന് പറയുകയും ചെയ്ത് ഇഫ് യു കോപ്പി ഇൻ ദി എക്സാം യു ആർ കോട്ട്, then you are known as a cheat. But if you copy a millionaire and you become successful, ആണെങ്കിൽ നിങ്ങളൊരു കോടീശ്വരനാണ്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ 6 മാസം മുമ്പ് ഞാനിവിടെ കേരളത്തിൽ വിസിറ്റ് ചെയ്തപ്പോൾ ഞാനിവിടെ കൊച്ചി വന്ന് തന്നെ ഡ്രൈവ് ചെയ്ത് കിഴക്കുമ്പലം പോയി കാണാൻ പോയി. കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ബോധ്യം വന്നത്. Wow, this is happening in Kerala. This is possible in Kerala. Yeah, this is possible in Kerala. And really I was imbued with the energy. നമുക്ക് വേറെ എങ്ങും മുനിസിപ്പാലിറ്റി ഒരു ജസ്റ്റ് ഫോളോ കിഴക്കമ്പലം, Just photocopy. We copy. No new project, nothing. കക്കാതെ, കളവ് ചെയ്യാതെ, കൈക്കൂലി മേടിക്കാതെ, അഴിമതി നടത്താതെ ഏത് പഞ്ചായത്ത് ഉണ്ടായാലും കിഴക്കമ്പലം പോലെ, സിംഗപ്പൂർ പോലെ, ജപ്പാൻ പോലെ വരും. The example is there. Already sample ഉണ്ട്. Again, 2 months ago, I had an opportunity to meet Sabu Jacob in New York. Okay. I was in Chicago, invited me, Sabu Jacob. And I spent 2 hours, 2 മണിക്കൂർ സംസാരിച്ചു. എനിക്ക് മനസ്സിലായി this man is real. പുള്ളിക്ക് he didn't need money. He has house there and he is well off. Why this man is so much imbued with the energy to change Kerala? Because of love of the Kerala. കേരള സ്നേഹിക്കുന്നതാണ്. ഞാനും 40 വർഷം ഇവിടെ വന്നു. ഞാൻ കേരളത്തെ സ്നേഹിക്കുന്നു, കേരള ജനതയെ സ്നേഹിക്കുന്നു. കേരളം എങ്ങനെ നന്നാവുന്നുള്ളതാണ് നമ്മുടെ. അത് നിങ്ങൾ അമേരിക്കയിൽ പോയി കുറെ പൈസയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു വയസ്സായപ്പോഴല്ലേ നിങ്ങൾക്ക് തോന്നിയത് ഇപ്പൊ ഇത് അന്തം കമ്മി ഈ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി, രാഷ്ട്രീയം ഒരു വ്യവസായമാക്കി, ബക്കറ്റും പിരിവടിച്ച് നാട്ടുകാരെ പറ്റിച്ച് തിന്നുന്നവർ ഇതിന്റെ അടിയിൽ വന്ന് ഇപ്പൊ ചോദിക്കും താങ്കൾ 47 കൊല്ലം ഭാര്യയൊക്കെ ആയിട്ട് കാശും മക്കളൊക്കെ ആയിട്ട് മക്കളെ അവിടെ ഇപ്പോഴാണ് തനിക്ക് രാജ്യസ്നേഹം വന്നെന്ന് അവര് ചോദിക്കുന്ന അന്തം കമ്മികൾ ചോദിക്കുന്ന ചോദ്യം താങ്കളോട് ചോദിക്കുന്നു. അതിന്റെ ഉത്തരവുണ്ട്. മാസ്റ്റേഴ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞിട്ട് ഞാൻ കല്ലറ വന്നായിരുന്നു. 30 കല്ലറ വന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ് നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഭയങ്കരമായിട്ട് പ്രസംഗിച്ചത്. മാസ്റ്റേഴ്സ് ചെയ്ത് പ്രസവമായി മാറി. അതെ. അന്നേരം ഒരുത്തം ചോദിച്ചു രാഘവ ഇപ്പഴാ തലയ്ക്ക് റേറ്റ് താൻ UDP ചേരുവോ LDP ചേരുവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം ഒരുത്തം എന്നോട് പറഞ്ഞു സാറ് വലിയ കുഴപ്പമില്ലാതെ അമേരിക്ക ജീവിതമല്ലോ, റിട്ടയർ ആയിട്ട് വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ തലയില്ലാതെ. ഇങ്ങനെ ഒന്നിലും ഇല്ലെന്ന് പറയുന്നവര് ഇവിടെ വിളിക്കുന്ന ഒരു ഓമന പേരുണ്ട്, അരാഷ്ട്രീയവാദി. രാജ്യത്തെ സ്നേഹിക്കുകയും അഴിമതി തുറന്നു കാണിക്കുകയും നല്ലതാരാണോ അവരെ കൂടി നിൽക്കുന്നവരെ ഇവര് വിളിക്കുന്ന പേരാണ് അരാഷ്ട്രീയവാദി. എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, അത് ഏതാണെന്ന് അറിയാം സാറിന്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല, BJP അല്ല. എന്റെ രാഷ്ട്രീയം രാഷ്ട്രമാണ്. എന്റെ രാഷ്ട്രീയം ഇവിടുത്തെ തലമുറയാണ്, നമ്മുടെ വ്യവസ്ഥിതികളാണ്, നമ്മുടെ അന്നമാണ്, നമ്മുടെ പ്രകൃതിയാണ്. ഇതാണ് എന്റെ രാഷ്ട്രീയം. അത് കഴിഞ്ഞാണ് LDF, UDF, BJP. അതുകൊണ്ട് തന്നെ ശരിയാര് ചെയ്യുന്നു, അഴിമതി ഇല്ലാണ്ട് അക്രമമില്ലാണ്ട് ആര് നാട് ഭരിക്കും? അത് യവനാണെങ്കിലും ഒരു തീവ്രവാദിയാണെങ്കിൽ പോലും ഞാൻ അവന്റെ കൂടെ നിൽക്കുള്ളൂ. കാരണം അവൻ തീവ്രവാദിയാണെങ്കിൽ അവന്റെ പണി ചെയ്തോണം. പക്ഷെ രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിന്റെ അകത്ത് അഴിമതി പാടില്ല, കൈക്കൂലി പാടില്ല, പാർട്ടി പാടില്ല. നാടും നാട്ടുകാരും തലമുറയും പുതിയ മക്കളും വിദ്യാർത്ഥികളും നമ്മുടെ തലമുറയായിരിക്കണം, നാടായിരിക്കണം അവന്റെ ലക്ഷ്യം. അവനെ കൂടി നിൽക്കും, അത് ഏത് പാർട്ടിയാണെങ്കിലും. കറക്റ്റ്. ബെന്നിയുടെ ഊർജവും അതുപോലെ പല യൂട്യൂബിലുള്ള സംഘം അവരുടെ ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ വന്നേക്കണം. ഇത് പുതിയൊന്നും പറയുന്നൊന്നും പുതുമയൊന്നുമല്ല, പക്ഷെ ഇത് എങ്ങനെ പ്രാക്ടിക്കൽ എങ്ങനെയാക്കാൻ പറ്റും, that is why I explained first transform Kerala by making our proper plan. നിങ്ങൾ അങ്ങോട്ട് കിടക്കണേലും ഇതിലോട്ട് വരാം. രണ്ടാമത്തേല് വരും ഈ തോടുകളും നദികളൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞില്ലേ. നമുക്കിവിടെ ഒരു വാട്ടർ ഇൻലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മുടെ തോടുകളും കായലുകളും പുഴകളും യാത്രാ സൗകര്യത്തിന് ഉപയോഗിച്ചാൽ 50% യാത്രാ ചെലവും 50% സമയവും കഴിയും. കാരണം ചേർത്തലയിൽ നിന്ന് വൈക്കത്തേക്ക് ഒരു സ്പീഡ് ബോട്ട് ഇട്ടാൽ അവൻ 15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. 3 മണിക്കൂർ വണ്ടി കൊണ്ടുവരുമ്പോൾ. ബ്യൂട്ടിഫുൾ. കൊച്ചിയിൽ നിന്ന് കോവളത്തേക്ക് ഒരു സ്പീഡ് ബോട്ട് ഇട്ടാൽ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് എത്തും, അല്ലെ 2 മണിക്കൂർ കൊണ്ട് എത്തും.
പക്ഷെ നമ്മൾ ഇപ്പോഴും വാട്ടർ ട്രാൻസ്പോർട്ട്, ലോകത്ത് ഏത് ട്രാൻസ്പോർട്ടിനെക്കാട്ടിലും ചീപ്പാണ്, ചെലവ് കുറവാണ്, അപകടം കുറവാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. നമ്മൾ ഇന്നേ വരെ അത് സാധ്യമാക്കിയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ പ്ലാൻ അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അതിന്റെ മുകളിൽ അടയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞാൽ പറ്റുമെങ്കിൽ ചെമ്പക്കരത്തോടും കോട്ടയത്തോടും മുല്ലമ്പള്ളിത്തോടും ആലുവപ്പുഴയും നിരവധി ആറുകളും പുഴകളും എല്ലാം തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടിനും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കടലാണ്. ഈ കടലിൽ കൂടി ഒരു 1/2 കിലോമീറ്റർ മുങ്ങാത്ത വിധത്തിൽ നല്ല സ്പീഡ് ബോട്ട് ഇട്ടാൽ കാസർഗോഡ് നിന്ന് 4 മണിക്കൂർ കൊണ്ട് റോഡ് നല്ലതായിട്ട് പണിയാതെ, നല്ല ട്രാഫിക് സിസ്റ്റം അഴിമതിയില്ലാണ്ട് നല്ല സ്പീഡ് ബോട്ട് ഇട്ടാൽ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് ഏത് മറ്റേ ഹൂവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ, ജപ്പാനിലും ഹോങ്കോങ്ങിലും ചൈനയിലൊക്കെ ഹൂവർ ബോട്ട്സ് ആ കാറ്റടിച്ചിട്ട് പോണത് നടക്കില്ലേ? നടക്കും. അപ്പൊ ഇത് നടക്കാഞ്ഞിട്ടല്ല, സർക്കാർ പണിത ഹൂവറിന്റെ ഫാൻ വർക്ക് ചെയ്യില്ല. KSRTC കൊച്ചി KSRTC ഇന്ന് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നിടത്താണ് നമ്മൾ ഹൂവർ ബോട്ടിൽ പറയണത്. ഇവന്മാര് കടലിൽ നിന്ന് വിട്ട ഇത് ദുബായ് ചെന്നിട്ട് പറയും ക്യാപ്റ്റൻ കള്ളുപിടിച്ചിരുന്നു, കാരണം പാർട്ടിക്കാരനായിരിക്കും ഈ ഹൂവർ ഒഴിച്ചവർ. അയ്യോ കാസർഗോഡ് നിന്ന് പോയ ഹൂവർ ബോട്ട് ദുബായിലെത്തിയത്, അയ്യോ ഞാൻ വെള്ളം ഒഴിച്ചു പോയി, ഇവ പാർട്ടി നേതാവായിട്ട് കയറിയേക്കണാണ് ഈ ബോട്ട് ഓടിക്കാൻ. നടക്കൂ ഇത്? അപ്പൊ ദുബായ് ചെന്ന് കഴിയുമ്പോൾ വിസ ഇല്ലാണ്ട് എല്ലാത്തിനും പിടിച്ച് അകത്തുള്ളൂ. ഇതിവിടെ നടക്കാഞ്ഞിട്ടല്ല. അപ്പൊ ഇനിയും ഈ വാട്ടർ ട്രാൻസ്പോർട്ട് നിങ്ങൾ പറഞ്ഞത് ഒരു ബഡ്ജറ്റ്, ഇനി രണ്ടാമത് പറയണത് ബേസിക്കലി പറയണത് കേരള ഈസ് സിറ്റിംഗ് ഓൺ എ ഗോൾഡ് മൈൻ. ഓക്കെ, ഒരു ഗോൾഡ് മൈനിന്റെ മേലെ നിധിയുടെ മുകളിലാണ്, നിധിയുടെ മുകളിലിരിക്കണ ഭൂതങ്ങൾ നമ്മൾ അറിയുന്നില്ല. നമ്മുടെ വില, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ സാധ്യതകൾ. ഇറ്റ്സ് എ വേക്കപ്പ് കോൾ ഫോർ കേരള. കേരള പ്ലീസ് വേക്കപ്പ്, വേക്കപ്പ്, നോ യുവർ സ്ട്രെങ്ത്, നോ ഹു യു ആർ. പ്രവാസികളായ പലർക്കും ഈ നാട്ടിൽ വന്ന് സെറ്റിലായി ആഗ്രഹമുണ്ട്. ട്രേഡ് യൂണിയൻ കളയുകയും ചെറുപ്പക്കാർ ഉണരൂ എന്നല്ലേ താങ്കൾ പറഞ്ഞു. ഉണർന്ന് സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യണം, സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം. അതിൽ രാഷ്ട്രീയവും ട്രേഡ് യൂണിയൻ വന്നാൽ സാധിക്കും, പറ്റില്ല. ഇപ്പൊ താങ്കൾ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു പദ്ധതിക്ക് കോടികൾ അടക്കുമ്പോൾ ഒരു നിയമമില്ല ഇവിടെ. ഇനി നിയമം ഉണ്ടെങ്കിലും കോടതി പോയാൽ 15 കൊല്ലം പോയി, ഗുണ്ടകൾ വന്ന് തടഞ്ഞാൽ അത് പോയി. ഇപ്പൊ പല വ്യവസായികൾ ഇവിടെ വന്നിട്ട് പൊളിഞ്ഞു പോണ എന്താ, രാഷ്ട്രീയത്തിന് കൈക്കൂലി കൊടുത്താൽ നടക്കും. ഞാനും സിറിയക്കും കൂടി ഇതിൽ ഏത് പദ്ധതി, ടൂറിസം ആവട്ടെ, പുഴ നന്നാക്കലാവട്ടെ, ഞാനും സിറിയക്കും കോടികൾ ഇവിടെ മടക്കി എന്ത് ചെയ്താലും ഒരു ഉച്ചാളി നേതാവ് ഒന്ന് സൈക്കിളിന്റെ കാറ്റഴിച്ച് കളയുന്ന പോലെ കളയും. അപ്പൊ അവിടെ ഒരു നിയമം ഉണ്ടാവില്ല ആദ്യം. അതാണ് ഗ്രാസ് റൂട്ട് ലെവൽ ചേഞ്ച് ഹാസ് ടു ഹാപ്പൻ ഇൻ പൊളിറ്റിക്കൽ ഫീൽഡ്. അപ്പൊ അത് കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ മതി. പുതിയ തലം മൂത്ത കിളവന്മാരോട് പറയേണ്ട, അവര് കക്കാൻ വേണ്ടി ജനിച്ചതാണ്. ചെറുപ്പക്കാരും വിദ്യാർത്ഥികളോടൊന്ന് പറഞ്ഞു. എന്നെ ശ്രമിക്കുന്ന യുവജനമേ, ഞാനൊരു യൂത്ത് വർക്കറായിരുന്നു. യൂത്ത് വർക്കറായിട്ട് ഫിജിയിൽ പോയതും അമേരിക്കയിൽ യൂത്ത് വർക്കറായിരുന്നു, ഇപ്പോഴും യൂത്തിന്റെ കൂടെയാണ്. നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ബലം, അല്ലാണ്ട് ചാവാനാകുമ്പോൾ നമ്മളല്ല. നിങ്ങൾ ഉണരുക. റൈസ് അപ്പ് യങ് പീപ്പിൾ ആൻഡ് ഫൈറ്റ് ഫോർ എ ബെറ്റർ കേരള. യു ക്യാൻ ഡു ഇറ്റ്. I must, I can. You must, you can. But you have to realize your potential. നിങ്ങളുടെ ആ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളാണ് ഈ രാജ്യത്തെ ചേഞ്ച് ചെയ്യേണ്ടത്. അത് എവിടെ നിന്ന് തുടങ്ങും? സ്റ്റാർട്ടിങ് ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു ജനാധിപത്യ ഡെമോക്രാറ്റിക് കൺട്രിയിൽ അത് എവിടെ നിന്ന് തുടങ്ങണം? രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങണ്ടേ? ദ ലോ മേക്കേഴ്സ്, ദ റൂളേഴ്സ്, if they are scoundrels and hooligans and frauds, കള്ളന്മാരും തെമ്മാടികളും ഗുണ്ടകളും കൊലപാതകങ്ങളും ആണെങ്കിൽ താങ്കൾ ഈ പറയുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? ഇവിടെ എന്തോരം സ്റ്റാർട്ടപ്പ് വരുന്നു. അതിനാണ് elect leaders of quality and caliber. അപ്പൊ നമുക്ക് അർഹതപ്പെട്ടവരെയാണ് ഇപ്പൊ തെരഞ്ഞെടുത്തോണ്ടിരിക്കണം. നമ്മൾ തന്നെയാണ് ഇതിനകത്ത് പ്രതി. ഞാനും താങ്കളുമാണ് പ്രതി. വോട്ട് ചെയ്യുമ്പോൾ നന്മയുള്ളവന് കിട്ടാനില്ല, എന്നാൽ ഉണ്ടെങ്കിൽ ഇട്ടവന് ജയിക്കണമില്ല. ഞാൻ എല്ലാരും തെമ്മാടികളാണെന്നല്ല പറയുന്നത്. അതിന് മൈൻഡ് സെറ്റ് ഓഫ് കേരള ഹാസ് ടു ചേഞ്ച്. മൈൻഡ് സെറ്റ് ഓഫ് യങ് പീപ്പിൾ ഹാസ് ടു ചേഞ്ച്. അതർവൈസ് നമുക്ക് ഹോപ്പില്ല. ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. കേരള വിഷയം ലേറ്റ് ആയിട്ടില്ല. ഇറ്റ് ഈസ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. പക്ഷെ ഇനി ഇത്തിരി ഓടണ്ടേ? പഴയ പോലെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ 10 കൊല്ലം, ഒരു പാലം പണിയാൻ 5 കൊല്ലം നടക്കുമല്ലേ? ഞാൻ നെഗറ്റീവ് പറയുമല്ല ശരി. നമ്മൾ കണ്ടതിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗ്രാൻഡ് പദ്ധതിയായിരുന്നു വെറും 14 കിലോമീറ്ററുള്ള മെട്രോ. അത് 5 വർഷം പറഞ്ഞിട്ട് 10 വർഷമായി. അത് 4 ഉദ്ഘാടനം ചെയ്ത് ഓരോ സ്റ്റേഷന് വേണ്ടിയിട്ട്. ഇവിടെ ഉദ്ഘാടനവും കല്ലിടലും അല്ലാണ്ട്
ലോകത്തെല്ലായിടത്തും ഒരു 25 കിലോമീറ്റർ മെട്രോ റെയിൽ 3 വർഷം കൊണ്ട് തീരും. വേൾഡിൽ എവിടെയെങ്കിലും. ചൈനയിൽ കടലിൽ കൂടിയാണ് 175 കിലോമീറ്റർ റോഡ് അവർ 3 വർഷം കൊണ്ട് പണിതത്. നമ്മുടെ ഇവിടെ ഈ കേരളയിൽ വന്നെന്ന് പറയുമ്പോൾ ഞാൻ സത്യത്തിൽ പേടിക്കണത് എന്നുള്ളത് കേരളയിലൊക്കെ കൊള്ളാം, പക്ഷെ 50 കൊല്ലത്തേക്ക് വരില്ല. അപ്പൊ പിള്ളേരിലൊക്കെ ഡ്രോൺ തന്നെത്താനാവും, അതിനകത്ത് കയറിയിരിക്കും, പറക്കും. പറയൂ സാറേ. എനിവേ നമ്മൾ അതേപ്പറ്റി ഒത്തിരി പണിയേണ്ട ആവശ്യമില്ല. പഠനം ചെറുപ്പക്കാരുടെ കൊടുക്കുക, നല്ലൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. ഹാവ് ഹോപ്പ് ഇൻ അവർ കേരള. ഒരു പ്രതീക്ഷ. എന്തൊക്കെ പ്രതീക്ഷ കൊടുക്കാൻ പറ്റും സിറിയക്ക്? ഞാനും സിറിയക്കിന്റെ പുറകെ ഉണ്ട്. നിങ്ങൾ മുമ്പിൽ ലീഡ് ചെയ്യും, ഞാൻ ടോർച്ച് അടിച്ചു തരാം, ഞാൻ നിങ്ങളുടെ വായാവാന്നാക്കാം, ഞാൻ ഒരു നെഗറ്റീവ് പറയുന്ന ആളാണ്, ഞാൻ പോസിറ്റീവ് നിങ്ങളുടെ പുറകിൽ എന്ന് പറയാം. നമുക്ക് ഈ കേരളത്തെ വരും തലമുറയെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? സിറിയക്ക് കുറച്ചു നേരത്തേക്ക് ശ്രോതാക്കളുടെ മുമ്പിലും മലയാളി കൊച്ചുമക്കളുടെ മുമ്പിലും നിങ്ങൾ കുറച്ചു നേരത്തേക്ക് ഒന്ന് മുഖ്യമന്ത്രിയാവും. നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ വെറുതെ ഫ്രീ ആയിട്ടാക്കിയില്ലേ? ഒരു താങ്ക്സ് പറ. ഒരു 10 മിനിറ്റ് എന്നാ പോലും നിങ്ങളൊരു മുഖ്യമന്ത്രി കേരളത്തെ എങ്ങനെ രക്ഷിക്കുന്നു എന്ന് ശരിക്കും പറഞ്ഞു. ഫ്രം ദ ബിഗിനിങ്. Well, if I am given an opportunity, I will call for people of caliber and quality, experts, and make them sit down for ask them how many days it takes. In a closed room, make a plan for the economic development for Kerala. That's the first thing I will do. Secondly, we plan it, then we execute that one. How we can execute with a time frame. Time bound. This has done in this time, this has done this time. And accountability. Accountable for everything that's happening. Yes. Report yes. to the department. And watch the progress. Get the feedback. Planning, execution, and evaluation of the situation. Right. When you do all this stuff. This all in public domain. Public domain. Everyone should know that what you are doing. Yes. There should be complete transparency. Who is the contractor? What is the material? Exactly. When it will start? When it complete? Exactly. What is the benefit? What is the contract amount? Yeah. ഇങ്ങനെയൊക്കെ Because it's public money. പബ്ലിക് മണി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പാപം നന്നാവും, നമ്മളെ നന്നാവും. No. I have hope, and Benny, I know you are working hard and appreciate your effort, and I thank you for the opportunity to. പക്ഷെ ഞാൻ തോറ്റിരിക്കുന്നുണ്ട് സിറിയക്ക്. ഇല്ല, no, ഞാൻ നിങ്ങളെ never. ജയിപ്പിക്കാം. എന്താണെന്നല്ലോ No. ഞാൻ എനിക്കറിയില്ല എന്താ. We are all winners. നമ്മുടെ മലയാളി എല്ലാം winners ആണ്. ആയിക്കോട്ടെ, ഞാൻ എന്റെ മലയാളികളെല്ലാം സ്മാർട്ടാണ്. മൂന്ന് മിടുക്കന്മാരായ മക്കളുടെ തന്തയുടെ ഇരുന്ന് പറയുന്നത്. എറണാകുളത്തെ ഒരു ബിസിനസ്മാൻ ആണ് ഇരുന്ന് പറയുന്നത്. നമ്മൾക്ക് കറപ്ഷൻ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും കൈക്കൂലി ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നെഞ്ച് പറിച്ചു കളയണ പോലെ, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പറിച്ചു കളയണ പോലെ ഞാനും എന്റെ ഭാര്യയും 3 മക്കളെ വിദേശത്തേക്ക് കയറ്റിവിട്ടിരിക്കുന്ന. ഇനിയും 10 തലമുറക്ക് തിന്നാൻ കാശ് ഉണ്ടായിട്ട്. ഐ എം നോട്ട് എ യൂട്യൂബർ, ഐ എം നോട്ട് എ stupid social worker. Yes. I am a public servant and I am a committed social work for the generation, yes. for the youth, for yes. the better tomorrow. Yes. Bless your heart. പക്ഷെ നടക്കുന്നില്ല. ഓരോ ദിവസവും നമുക്ക് ഞാനൊരു കാര്യം പറ്റും. ഇപ്പൊ ഞാനൊരു കാര്യം ഇപ്പൊ വന്നിട്ട് നിങ്ങൾ വന്നിട്ട് 60 ദിവസം അല്ലെ 50 ദിവസം ആകുമ്പോൾ അല്ലെങ്കിൽ 20 ദിവസം ഇടക്കിടക്ക് വന്നുണ്ട്. ഒരു പോസിറ്റീവ് വാർത്ത ഈ വന്നിട്ട് ഇന്നേ വരെ ഒരു പോസിറ്റീവ് അഴിമതിയില്ലാതെ വല്ല വ്യക്തികൾ കല്യാണം നടത്തിയത് നിങ്ങൾ പുസ്തകം മേടിച്ച പറയരുത്. ഗവൺമെന്റോ 120 MLA-മാരോ 20 MP-മാരോ മന്ത്രിമാരോ ആരെങ്കിലും ഒരു പോസിറ്റീവ് വാർത്ത നിങ്ങൾക്ക് പറയണം. ഞാൻ ഒരു മോതിരൂരി തരാം, എന്റെ വായിച്ചു പിടിച്ചു ഒരെണ്ണം പറയാം. ജസ്റ്റ് ഇത്രയും ദിവസം കൊണ്ട് കേരള ഗവൺമെന്റ് കക്കാതെ അഴിമതി നടത്താതെ ഒരു കരിങ്കോ ഒരു റോഡോ പാലമോ ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒരു ബസ് സ്റ്റോപ്പോ എന്തെങ്കിലും ഒരു നല്ല വാർത്ത പറഞ്ഞിട്ട് വാച്ച് വാച്ച് യു ക്യാൻ ടേക്ക് ഇറ്റ്. ഒന്ന് പറയാമോ? ഇതാണ് എന്റെ വിഷയം, ഇതാണ് എന്റെ, അല്ലാണ്ട് എന്നെന്തെങ്കിലും പറഞ്ഞിട്ടല്ല. അപ്പൊ എനിക്ക് വാച്ച് വേണ്ട, 10 രൂപയെങ്കിലും തന്നെ അല്ല. ഇതാണ് എന്റെ സങ്കടം. നമ്മുടെ എല്ലാ ആഗ്രഹമാണ് നമ്മുടെ കേരളം അല്ലെ, അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഇത് നേരെയാവില്ല, പക്ഷെ നമുക്ക് ഒരു ബെറ്റർ ടുമാറോ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാണല്ലോ രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മൾ പ്രതീക്ഷ കൊടുക്കണം, നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ കൊടുക്കണം. നമ്മുടെ കേരളം നന്നാകും എന്നുള്ളത് ഉള്ള പ്രതീക്ഷ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. എന്താണ് ഇനി അടുത്തത്? No, it is basically it is a wake-up call for Kerala. Awake and realize we are a God's country.
It's a beautiful land, so fertile, so rich, educated people, well-informed people. Why can't we make a difference? You have to change your mindset, have a proper plan, economic development plan, implement by the plan, and I wish all the best. ഓക്കെ, സിറിയക്കിനോട് ഞാൻ തലമുറയിലെ മക്കൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. സിറിയക്കും റോട്ടറിയും പ്രവാസി അമേരിക്കയിലുള്ള മലയാളി നിങ്ങൾ കുറച്ച് പേര് ആരും ആയിക്കോട്ടെ, എക്സോർ വൈ LDF UDF ഒക്കെ മാറ്റിവെച്ച് കേരളം എങ്ങനെ കൊണ്ടുപോവാം, എന്ത് ചെയ്താൽ നന്നാവുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നിങ്ങൾക്കൊന്ന് അയച്ചു കൊടുത്തൂടെ? തീർച്ചയായിട്ടും അത് വൺ ഓഫ് ഞാൻ അമേരിക്കയിൽ അടുത്താഴ്ച പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു ദിവസത്തെ ഒരു മീറ്റിംഗ് കൂടി അതിന്റെ ഒരു സമ്മറി വെച്ചിട്ട് ഇതൊന്നും ഇവിടെ ഉള്ളവർക്ക് അറിയാൻ പാടില്ല. എന്നാലും നിങ്ങളും കൂടി പറഞ്ഞ വെക്ക്, നമ്മുടെ മക്കളെല്ലാം +2 കഴിയുമ്പോ പോവുകയാണ്. ഇന്നലെ എറണാകുളത്ത് നിന്ന് ഷൈനി എന്ന് പറഞ്ഞ MP സ്ഥാനത്തേക്ക് മത്സരിച്ച ജയിക്കോ തോക്കോ എന്നുള്ളത് അറിയാറായിട്ടില്ല. നിന്ന ഷൈനി ദുബായിൽ പ്രസംഗിക്കുകയാണ്. എന്റെ മകൾ MBBS ചൈനയിൽ നിന്ന് എടുത്തു. എന്റെ അനിയത്തിയുടെ ഭാര്യ മകള് അവിടെ പഠിക്കുന്നു. അതായത് ഇവരുടെ ഒക്കെ മക്കള് പഠിക്കുന്നത് വിദേശത്തും പഠിക്കാൻ പോകുന്നത് വിദേശത്തും തൊഴിൽ ചെയ്യുന്നതും വിദേശത്തും മൂലക്കുരു വന്ന ചികിത്സിക്കാൻ പോകുന്നതും വിദേശത്ത്. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? കുറച്ച് കഞ്ചാവും കള്ളത്തലും തട്ടിപ്പും വെട്ടിപ്പും ആയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ, അല്ലാണ്ട് അവിടെ ആരാണ്? സോ നമുക്ക് മാറ്റം. വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദി യങ്സ്റ്റേഴ്സ്? ചെറുപ്പക്കാർക്ക് ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്രയധികം അഴിമതി കൊടികുത്തി വാഴുമ്പോൾ മയക്കുമരുന്നും കഞ്ചാവും അക്രമവും, ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തില്ലെങ്കിൽ വെട്ടിക്കൊല്ലുന്നു, ബീഫ് കറിയിൽ ചാറ് കുറവാണെങ്കിൽ കുത്തിക്കൊല്ലുന്നു, ബസ് ഡ്രൈവറെ മേയർ വണ്ടി വട്ടം വെക്കുന്നു, മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുന്നു, മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യുന്നു. എന്താണ് ഇതെല്ലാം കണ്ട് മടുത്ത പുതിയ തലമുറയിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ജ്ഞാനവും വിവരവും അറിവുമുള്ള പുതിയ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും എന്തൊരു മെസ്സേജാണ് കൊടുക്കാൻ പറ്റുന്നത്? നിങ്ങൾ യുവാക്കളെ നിങ്ങൾ ശരിക്കും ഈ പൊളിറ്റിക്കൽ ഫീൽഡിൽ വരണം. നിങ്ങൾ നാട് വിടരുത്. ഈ നാടിൽ നിന്ന് മുറുക്ക പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ് ഒത്തിരി ഞങ്ങളെല്ലാവരും നിങ്ങളുടെ പുറകെയുണ്ട്, എല്ലാ സപ്പോർട്ടും. അതിന് ഏതാണ് ഒരു ബദൽ രാഷ്ട്രീയം ഉള്ളത്? ഒന്നല്ലേ ഉള്ള പാർട്ടി നന്നാവണം. ഇപ്പൊ 2020 ചാലക്കുടിയിലും എറണാകുളത്തും നിന്ന് നമ്മളൊരു ബദലാണ് കാണിച്ചു കൊടുത്തേക്കുന്നത്. പക്ഷെ പിള്ളേര് വരണ്ടേ ഒരു ബദൽ, അല്ലാണ്ട് സാബുവിനും ബെന്നിക്കും അതിലും മന്ത്രിയാവാനോ കാശുണ്ടാക്കാനോ അല്ലല്ലോ 2020. സാബു M ജേക്കബ് എന്ന് പറയുന്ന 100 തലമുറക്ക് തിന്നാൻ പൈസയുള്ള, ബെന്നി ജോസഫ് എന്ന് 10 തലമുറക്ക് തിന്നാൻ കാശുള്ള ഞങ്ങൾ രണ്ടുപേരും 2020 എന്ന് പറയുന്നത് മന്ത്രിയാവാനാണോ അതിന് എന്തെങ്കിലും ലാഭം എടുക്കാനാണോ? എന്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? തീർച്ചയായും നിങ്ങളുടെ ഉദ്ദേശം പ്യൂരിറ്റി ഓഫ് ഇന്റൻഷൻ ആണ്. നിങ്ങളുടെ ഇന്റൻഷൻ വന്ന് അപ്പൊ ഇങ്ങനെ ഒരു ബദല് ഇനിയിപ്പോ ആര് വെച്ചാലും നാളെ സിറിയക്കും ഒരു ബദല് വെച്ചാൽ അതിൽ ചെറുപ്പക്കാർ വരണ്ടേ? ചെറുപ്പക്കാർക്ക് ഒരു റിയലൈസേഷൻ കൊടുക്കാനാണ് ഞാനിത് പറയുന്നത്. റിയലൈസ്, അവേക്ക്, നോ ദിസ് ഈസ് യുവർ കൺട്രി. നിങ്ങളുടെ രാജ്യമാണ്, നിങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളുടെ ഈ രാജ്യത്തെ നന്നാക്കാൻ നിങ്ങൾക്കോ പറ്റുള്ളത്, വേറെ ആർക്കും പറ്റിയല്ല. നിങ്ങൾ അതിനുള്ള മൈൻഡ് സെറ്റ് ചെയ്യണം, നിങ്ങൾ അതിനുള്ള പ്ലാൻ ഉണ്ടാക്കണം, നിങ്ങൾ യുണൈറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള പദ്ധതി ചെയ്യിക്കുന്ന നല്ല പാർട്ടി ലൈക്ക് 2020 പറയുന്നത് പിന്നെ അവരോട് ചെയ്യാൻ സഹകരിക്കുക. ഇല്ലാതെ വേറെ കുറച്ച് നക്കാപ്പിച്ച് കിട്ടുന്ന വേണ്ടിയൊന്നും പോകാതെ ഗോ വിത്ത് ദ പീപ്പിൾ ഹു കെയർ അബൌട്ട് കേരള. അതായത് കേരളം പല സാഹചര്യത്തിലും കടന്നുപോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ജോസഫ് മുണ്ടശ്ശേരി മാഷുള്ള സമയത്ത് എഡ്യൂക്കേഷനിൽ നമ്പർ 1 ആയിരുന്നു. നിങ്ങളൊക്കെ അമേരിക്ക പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ഫോറിൻ പണം വരുന്നതും ഏറ്റവും കൂടുതൽ നഴ്സുമാർ അമേരിക്കയൊക്കെ പോയ സമയം മലയാളികൾ എന്തുകൊണ്ടും വളരെ നല്ല രീതിയിൽ നിന്ന് ഇന്ന് ഈ 2024 എന്ന് പറഞ്ഞാൽ താങ്കളുടെ ജീവിതത്തിൽ കേരളം കണ്ട ഏറ്റവും മോശമായ അവസ്ഥയിലല്ലേ പോണത്. എവരിവർ, വിദ്യാഭ്യാസമാവട്ടെ, ആരോഗ്യമാവട്ടെ, റോഡാവട്ടെ, ജനങ്ങളുടെ ടേസ്റ്റ് ആവട്ടെ, മദ്യമാവട്ടെ, കയക്കുമരുന്നാവട്ടെ, പുരോഹിതനാവട്ടെ, വർഗീയത ആവട്ടെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും നമ്മുടെ കാലത്തൊന്നും ഈ ഫൈറ്റ് ഉണ്ടായില്ല. അങ്ങനെ കേരളം വർഗീയതയും കള്ളക്കടത്തും കൊലപാതകവും കൊണ്ട് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടല്ലേ 2024 പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു പരിധിവരെ പറഞ്ഞത് കറക്റ്റാണ്. അല്ല, സ്റ്റേജ് ബൈ സ്റ്റേജ് നന്നാവുമല്ലോ ചെയ്തേക്കണം, ഡൗൺ ആവുക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് എന്റെ ഒരു ആശയവും നിങ്ങളുടെ ആശയവും ഒന്നായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നത്. എന്താണ് നമ്മുടെ ആശയം? ആര് ഭരിച്ചാലും കൊള്ളാം, നാടിന് ഗുണമുണ്ടാവണം, നാടിന് ഗുണമുള്ളവനെ തെരഞ്ഞെടുക്കണം. കറക്റ്റ്. അല്ലാണ്ട് വീണ തേങ്ങ പറിക്കാലും വീണ മാങ്ങ പറിക്കാലും നമുക്ക് കാര്യമില്ല, നമുക്ക് കയറി പറിക്കണം തെങ്ങുമേലും മാവുമേലും. സോ നാട് നന്നാവണമെങ്കിൽ
ഞാനും ജനങ്ങളും ഇവിടെ ആദ്യം നന്നാണ്. അതിൽ ഞങ്ങൾ നന്നാവണേലും പ്രധാനമാണ് നേതാക്കന്മാരും മന്ത്രിമാരും നന്നാണ്. പക്ഷെ അവരൊന്നും മന്ത്രിയായിട്ട് പ്രസവിച്ചു വന്നതല്ല, ഞാനും നിങ്ങളും കൂടിയാണ് അവരെ മന്ത്രിയാക്കിയതും തെരഞ്ഞെടുത്തത്, അല്ലേ? അവരുടെ മോട്ടോ ഷുഡ് ബി സർവീസ്. അപ്പൊ നൈസ് ടോക്കിംഗ് ടു യു. എനിക്ക് സിറിയക്കിന്റെ മാത്രമല്ല പ്രവാസി മലയാളികളുടെയും വിദേശ മലയാളികളുടെയും എനിക്ക് സാമ്പത്തികം ഒന്നും വേണ്ട, ഇവിടെ 10 പൈസ വേണ്ട. പക്ഷെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട്, നിങ്ങൾ എന്ത് കേരളം ഒന്ന് റിവൈവ് ചെയ്യാൻ, കേരളം ഒന്നും കൂടി ഒന്ന് രക്ഷപ്പെടുത്താൻ, ഒരു 2ാം സ്വാതന്ത്ര്യ സമരം 2020 പോലെ വേറെ സംഘടന വന്നാലും നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യണം. ഏത് നന്നാവും, വേറെ ഒന്നും വേണ്ട. 1 രൂപയുടെ കണക്ക് ജനം അറിയണം. അടച്ചിട്ട മുറിയിൽ മന്ത്രിസഭ കൂടണ്ട. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ എല്ലാ പ്രവാസി മലയാളികളോടും പറയുന്നു, നമ്മൾ ഇവിടെ നിന്ന് നാട് വിട്ട് ഈ പച്ചപ്പിന്റെ തുരുത്തിൽ നിന്ന് 44 നദികളും കാടുകളും കായലും മലയുമുള്ള സംസ്കാരമുള്ള, ദിവസവും കുളിച്ച് 4 നേരം ഭക്ഷണം കഴിക്കുന്ന, ഇത്രയും വൃത്തിയുള്ള, ഏറ്റവും നല്ല ആഹാരങ്ങളുള്ള, എന്തൊരു കൊമ്പ് നട്ടാലും മരമായി മാറുന്ന, കൃഷിയും എല്ലാം കൊണ്ടും സ്വിറ്റ്സർലാൻഡിന്റെ മോളിലുള്ള കേരളം നമ്മളായിട്ട് നശിപ്പിച്ചതാണ്. ഒരു കഥയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ സൃഷ്ടാവായ ദൈവം, അത് ശ്രീരാമനാവട്ടെ, പടച്ചോനാവട്ടെ, യേശുക്രിസ്തുവാവട്ടെ, നമ്മുടെ സൃഷ്ടാവ് ലോകം മുഴുവൻ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വിറ്റ്സർലാൻഡ് ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ഇതുപോലെ ഒരു രാജ്യം ഞാൻ ഇനി ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ട്രാവൽ ചെയ്ത് വീണ്ടും ഗൾഫ് ഉണ്ടാക്കി, ആഫ്രിക്ക ഉണ്ടാക്കി, സിലോൺ ഉണ്ടാക്കി, കേരളത്തിൽ വന്ന് കേരളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് സ്വിറ്റ്സർലാൻഡ്. വേഗം സ്വിറ്റ്സർലൻഡിലുള്ള ആള് സൃഷ്ടാവിനെ വിളിച്ചു, ദ ഗോഡിനെ വിളിച്ചു. താങ്കൾ എന്ത് പണിയാണ് കാണിച്ചത്? സ്വിറ്റ്സർലൻഡ് പോലൊരു രാജ്യം ഇനി ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വാക്ക് തെറ്റിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഒച്ച ഉണ്ടാക്കി, ആൾക്കാർ മുഴുവൻ ഒച്ച ഉണ്ടാക്കി. ഇപ്പൊ സൃഷ്ടാവ് എന്ന് പറഞ്ഞ ദൈവം പറഞ്ഞു, നിങ്ങൾ ഒച്ച ഉണ്ടാക്കല്ലേ, ഞാൻ അവിടെ എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്, പക്ഷെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഞാൻ നന്നാക്കിയിട്ടില്ല. ആ രാജ്യം അവര് നശിപ്പിച്ചോളൂ. അതുകൊണ്ട് സ്വിറ്റ്സർലാൻഡ് അവര് കാത്തു സൂക്ഷിക്കുന്നത് പോലെ, പുഴകളും നദികളും അവിടുത്തെ സംസ്കാരവും എല്ലാം സ്വിറ്റ്സർലൻഡിലെ ജനങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ, മലയാളികൾ ഇവിടെ തമ്മിൽ തല്ലി കഞ്ചാവും മയക്കുമരുന്നും രാഷ്ട്രീയവും പ്രകൃതി നശിപ്പിച്ചും കാട് കൈയേറിയും ഇന്നലെ പുഴയിൽ കുറെ മീൻ ചത്തിരിക്കുന്നു. 44 നദികളും നമ്മൾ തന്നെ നശിപ്പിച്ച്, പെരിയാറാവട്ടെ, ആലുവക്കോട്ടെ, ഭാരതപ്പുഴയാവട്ടെ, ഏത് പുഴയാവട്ടെ, നമ്മൾ തന്നെ നശിപ്പിക്കുമെന്ന് പടച്ചോൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വിറ്റ്സർലാൻഡിന് കൊടുത്ത എല്ലാ ഗുണവും കേരളത്തിന് കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ആൾക്കാർ മാറണം. ഇനിയും പെരിയാറിലെ മത്സ്യങ്ങൾ മരിക്കുന്നത് പോലെ മനുഷ്യരും മരിക്കരുത്. കേരളത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ യുവാക്കളെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ നിങ്ങൾ ഒരു നേരണം. അത് സിറിയക്കിനും ബെന്നി ജോസഫിനും വേണ്ടി ആവരുത്. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിനെ കാത്തു സൂക്ഷിക്കുമ്പോൾ ഞങ്ങൾ ഒരു വെഴുകുതിരി വെട്ടമായി നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങളുടെ ഒപ്പം ഒരു കൈസഹായമായിട്ട് ഞങ്ങൾ ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP ഈ നാട് രക്ഷിക്കില്ല. ആര് വന്നാലും, BJP ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, കക്കാതെ അഴിമതി നടത്താതെ നാടിന്റെ നന്മക്ക് വേണ്ടി നിന്നാൽ അത് BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 2020 നല്ലത് ചെയ്യുന്നിടത്തോളം കാലം 2020യുടെ കൂടെയാണ് ഞങ്ങൾ. പക്ഷെ തെറ്റ് ചെയ്താൽ ഞങ്ങളായിരിക്കും വിളിച്ചു പറയുന്നത്. അഴിമതി മുക്ത ഭാരതം, അഴിമതി മുക്ത കേരളം, അതായിരിക്കണം നമ്മുടെ ആദ്യത്തെ സന്ദേശം. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. ജയ് ഭാരത്.